ഹായ്, കുക്ക് വിത്ത് ശ്രുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ എൻ്റെ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് പെസഹയുടെ അന്ന് തയ്യാറാക്കിയെടുക്കുന്ന പെസഹാപ്പവും പെസഹ പാലും അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പെസഹാപ്പം ഞങ്ങളുടെ അവിടെയൊക്കെ ഇൻട്രിയപ്പം എന്നാണ് അറിയപ്പെടുന്നത്. ചില സ്ഥലങ്ങളിൽ കലത്തപ്പം ഉണ്ടാക്കും. ഞങ്ങളുടെ അവിടെയൊക്കെ ഇൻട്രിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പെസഹയുടെ അന്ന് ക്രിസ്ത്യൻസിൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന അപ്പവും അതുപോലെ തന്നെ പാൽക്കുറുക്കുമാണ്. ഇതന്ന് അവർ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം വീട്ടിലെ ഗൃഹനാഥൻ അത് കട്ട് ചെയ്ത് ആ പെസഹ പാലിൽ മുക്കി ബാക്കി മെമ്പേഴ്സിനൊക്കെ കൊടുക്കുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ പെസഹാപ്പം തയ്യാറാക്കിയെടുക്കുമ്പോൾ ആ ഓശാന ഞായറിൻ്റെ അന്ന് കിട്ടിയ കുരുത്തോല ക്രോസായിട്ട് നമ്മൾ ആ അപ്പത്തിൻ്റെ മുകളിൽ വയ്ക്കും. ഇനിയിപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇവിടെ 1 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്, 1/2 ഗ്ലാസ് ഉഴുന്നും എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് കഴുകി സോക്ക് ചെയ്ത് വെക്കണം. നമുക്കൊരു 3 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെച്ച് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 മുറി തേങ്ങ ചിരുകിയതാണ്. പിന്നെ അതുപോലെ ഒരു 7 അല്ലി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ജീരകമാണ്, ചെറിയ ജീരകം, ക്യൂമിൻ സീഡ്സ്. ചിലർ ഫെനൽ സീഡ്സും ചേർക്കും, ഞാനിവിടെ ക്യൂമിൻ സീഡ്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് വേണം, പിന്നെ കുറച്ച് ഓയിൽ വേണം. അത് ആ അപ്പം തയ്യാറാക്കി സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ആ പാത്രത്തിലൊന്ന് തടവി കൊടുക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. ആദ്യം കഴുകി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരിയും ഉഴുന്നും തേങ്ങയും ഉള്ളിയൊക്കെ ചേർത്ത് നന്നായി അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ കഴുകി വെച്ചിരിക്കുന്ന സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉഴുന്നിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് അരിയും ഉഴുന്നും എല്ലാം കൂടി ഒരുമിച്ച് അരയ്ക്കണമെങ്കിൽ അങ്ങനെ അരയ്ക്കാം. ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ കഴുകി വെച്ചിരിക്കുന്നത് ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനിങ്ങനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇത് ഒരുപാട് നേരമൊന്നും പുളിക്കാനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ പച്ചരിയും അതുപോലെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ജീരകവും കൂടെ ചേർത്തിട്ട് 1 ടീസ്പൂൺ ജീരകവും ചേർത്തിട്ട് ഒന്ന് നന്നായി അരച്ചിട്ട് വരാം. വല്ലാണ്ട് വെള്ളം ചേർക്കരുത്. ഒരു ഇഡ്ഡലി ബാറ്റർ പോലെയാണ് നമുക്ക് അരച്ചെടുക്കാൻ. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഉഴുന്ന് അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ്, നോർമലി ചില ആൾക്കാരൊന്നും ഉപ്പ് ചേർക്കില്ല, ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ തടവി സ്റ്റീം ചെയ്തെടുക്കാം. ഒരുപാട് നേരം പുളിക്കാൻ വയ്ക്കേണ്ട ആവശ്യമില്ല. പുളിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എണ്ണ ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം, നെയ്യ് വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. പാത്രത്തിലേക്ക് ഒന്ന് തടവി കൊടുത്തു. ഇനി സ്റ്റീമർ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആ പ്ലേറ്റിലേക്ക് മാവ് കോരി ഒഴിച്ച് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതിലേക്ക് പ്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് കട്ടിയിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കണ്ട, ഒരു നോർമൽ കനത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ മാവെല്ലാം കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു ക്രോസ് വെച്ച് കൊടുക്കാം. പെസഹയുടെ അന്ന് ചെയ്യുമ്പോൾ
നമുക്ക് ഓശാന ഞാനിൻ്റെ അന്ന് കിട്ടുന്ന കുരുത്തോല വെച്ചിട്ട് ഈ അപ്പത്തിൻ്റെ മുകളിൽ ക്രോസ് വെച്ചിട്ട് വേണം പെസഹയുടെ അന്ന് ഇതിനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേനും ഇത് വെന്തിട്ടുണ്ടാവും. ഒരു കത്തി വെച്ച് എങ്ങാനും ഒന്ന് ജസ്റ്റ് ഒന്ന് മെല്ലെ ഒന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്നും ഒട്ടണില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് വെന്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ പെസഹാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പെസഹാപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പെസഹയുടെ അന്ന് നിങ്ങളെല്ലാവരും ഈ പെസഹാപ്പം തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് പെസഹ പാല് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കണമെന്ന് നോക്കാം. പെസഹാപ്പം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പെസഹ പാല് കുറുക്കുന്നതും. ഇത് പെസഹാപ്പം മുറിച്ചിട്ട് പെസഹ പാലിൽ മുക്കിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ പെസഹ പാല് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നല്ല നൈസ് അരിപ്പൊടി ആയിരിക്കണം. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ 1-ാം പാലും വേണം 2-ാം പാലും വേണം. 1-ാം പാല് 1 കപ്പും 2-ാം പാല് 2 കപ്പും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര. ചിലർ ശർക്കരയിലുണ്ടാക്കും, ചിലർ പഞ്ചസാരയിലുണ്ടാക്കും. അപ്പോൾ ഞാനിവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര നീര് ഒരു 2 അച്ച് ശർക്കര ഉരുക്കി അരിച്ചെടുത്തിട്ടുള്ളതാണ്. പഞ്ചസാരയാണെങ്കിൽ അത് മധുരം ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട്. പിന്നെ വേണ്ടത് ഒരു പിഞ്ച് ഉപ്പാണ്. പിന്നെ വേണ്ടത് ഏലക്കയും ജീരകവും കൂടി പൊടിച്ച ഇത് ഒരു 1/2 ടീസ്പൂണോളം വേണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പെസഹ പാല് കുറുക്കിയെടുക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇങ്ങനെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 5 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇത് നൈസ് അരിപ്പൊടിയാണ്, തരിയൊന്നും ഇല്ലാത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാല് ചേർത്ത് കൊടുക്കാം. 2-ാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ അരിപ്പൊടിയും 2-ാം പാലും കൂടി നന്നായി മിക്സ് ചെയ്യണം. കാരണം ഈ കട്ടയൊന്നും നന്നായി ഇതിലായി ഉടഞ്ഞ് നന്നായി മിക്സ് ചെയ്ത് വരണം. ഇല്ലാതെ ഇപ്പോഴേ നമ്മളതങ്ങ് ചൂടാക്കി കഴിഞ്ഞാൽ ഈ കട്ട കിട്ടും അത്. അപ്പം നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ലംസൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ അതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുറുക്കി ഒരു മീഡിയം തിക്കായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ശർക്കരപ്പാനി ശർക്കരയിലാണ് ഉണ്ടാക്കണമെങ്കിൽ ശർക്കരപ്പാനി ചേർക്കാം, ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട്. ഇല്ലെങ്കിൽ ആ സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അത് ഒരുവിധം തിക്കായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് തിക്കായി വരും. അപ്പോൾ അത് കൈ എടുക്കാതെ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് പെട്ടെന്ന് കുറുകി വരും. പെസഹ പാല് കുറുക്കാൻ അത്ര വലിയൊരു ബുദ്ധിമുട്ട് ഇല്ല. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്ത് കുറുക്കി എടുക്കാം. ഇതൊരു വിധം നന്നായി കുറുകി മിക്സായി വരുന്ന സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1-ാം പാല്, അതായത് തമ്പാല് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ ഒരുവിധം തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1-ാം പാല് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതൊന്ന് നന്നായി മിക്സായി ഒന്ന് ചൂടായി ഒക്കെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പിഞ്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് വല്ലാതെ അങ്ങ് തിളപ്പിക്കണ്ട. ഇപ്പോൾ ഈ സമയത്താണ് ആ ഒരു പിഞ്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ഏലക്കയും ജീരകവും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത്
ഒരു 1/2 ടീസ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പെസഹ പാല് കുറുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പെസഹ പാല് കുറുക്കി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഓശാനയ്ക്ക് അന്ന് കിട്ടിയ ക്രോസ് വെച്ച് കൊടുക്കാം. അപ്പം നിങ്ങളെല്ലാവരെയും പെസഹയ്ക്ക് പെസഹ അപ്പവും പെസഹ പാലും തയ്യാറാക്കിയെടുത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം.